കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് ചുവട്ടിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രേണു സുധിയുടെ വീഡിയോയും റീലുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്. ഒരുപാട് ബാഡ് കമൻ്റാണ് അവരിടുന്ന ഓരോ റീലിൻ്റെ ചുവട്ടിലും വന്നുകൊണ്ടിരിക്കുന്നത്. സുധി എന്ന കലാകാരനോടുള്ള ബഹുമാനവും സ്നേഹവും ആദരവുമാണ് രേണു സുധിക്കും പകർന്നു കിട്ടിയിട്ടുള്ളത്. തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയാണ് അവർ ഈ തൊഴിലിലേക്ക് അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയതും. ആദ്യം അവർക്ക് അഭിനയം മോഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അവർ അഭിനയ രംഗത്തേക്ക് വന്നത് തൻ്റെ മക്കളെ പോറ്റാനും അവർക്ക് നല്ല പഠനം കൊടുക്കാനും എല്ലാത്തിനും വേണ്ടിയാണ്. ശരിയാണ്, പക്ഷേ ഇതെല്ലാം നല്ല രീതിക്ക് അഭിനയിക്കാൻ ഒരുപാട് പേര് സപ്പോർട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഓരോ കമൻറ്റ് കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. സുധിച്ചേട്ടൻ്റെ പേര് എന്തിനാ കൂടെ ചേർക്കുന്നത് എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പല ഇൻ്റർവ്യൂകളിലും രേണു മറുപടി കൊടുക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ എന്നും എൻ്റെ സുധിച്ചേട്ടൻ തന്നെയാണ്, സുധിച്ചേട്ടൻ ഇല്ലാതെ ഒരു ജീവിതം ഇല്ല എന്നും പറയുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പറയുന്നത്. അവർ അഭിനയിച്ചോട്ടെ, നല്ല രീതിക്കുള്ള അഭിനയമാണെങ്കിൽ, ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും കാണിക്കാതെ നല്ലൊരു അഭിനയമാണെങ്കിൽ അവർക്ക് ഒരുപാട് അമ്മമാരുടെയും സഹോദരന്മാരുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവും. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹവും പരിഗണനയും അവർക്ക് കിട്ടും. പക്ഷേ ഇപ്പോൾ ഇടുന്ന ഓരോരോ കമൻറ്റും കാണുമ്പോൾ വിഷമം തോന്നുകയാണ്. ഇപ്പോൾ അടുത്ത് നടന്നൊരു ഫോട്ടോഷൂട്ട്, അതിൽ രേണു അരഞ്ഞാണം ചുറ്റിക്കൊണ്ടൊരു ഫോട്ടോഷൂട്ടാണ് നടന്നത്. അതിൽ ലാസ്റ്റ് ആ ക്യാമറ അടിയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നൊരു ചിത്രീകരണമാണല്ലോ കണ്ടത്. എത്ര മഹാബോറാണത്. ഒരുപാട് ഈ കേരളത്തിൽ ഒരുപാട് അമ്മമാർ സുധിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രയ്ക്കും ഒരു ഇഷ്ടമായിരുന്നു സുധിയോട് എല്ലാവർക്കും. ആ ഒരു സുധിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, സുധി മരിച്ചതിന് ശേഷമുള്ള സഹതാപം കൊണ്ട് മാത്രമാണ് രേണുവിനെ എല്ലാവരും അംഗീകരിച്ചത്. രേണുവിനോടും ആ ഒരു സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ രേണു ഇപ്പം ആ സ്നേഹം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഞാൻ കരഞ്ഞു പിഴിഞ്ഞ് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞു. ശരിയാണ്. പക്ഷേ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള അഭിനയമാണെങ്കിൽ എല്ലാ ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും. ഇന്നിപ്പോൾ എല്ലാവരും ആ സപ്പോർട്ട് അല്ല, ശരിക്കും ഇടുന്ന കമൻറ്റുകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് തന്നെ വിഷമാവും. നല്ലൊരു വീഡിയോസ് ഇട്ടാൽ കാണാൻ ആരുമില്ല. ആ സമയത്ത് ഇങ്ങനത്തെ ചൂടുള്ള വീഡിയോസൊക്കെ കാണാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വൈറലാവും, പെട്ടെന്ന് വമ്പം വൈറലായി മാറും. എന്ത് ചെയ്യാനല്ലേ, ലോകം തന്നെ മാറി മറിഞ്ഞു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് ചുവട്ടിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ, അറിയിക്കാതെ ഇരിക്കരുത് കേട്ടോ.